ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു നാജി നോട്ട്സ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU 2019 സ്കീം 5th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷൻ ടു BIS കോഡ് എന്ന ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം നമുക്ക് കോഡ്സ് ഒന്ന് പരിചയപ്പെടാം. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ PCC ആൻഡ് RCCക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്? IS 456-2000. അതുകൂടാണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റ് കൺട്രീസിൻ്റെ നാഷണൽ കോഡ്സും കൂടി യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണ്? അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഡ് ACI 318, ബ്രിട്ടീഷ് കോഡ് BS 8110. പിന്നെ അല്ലാണ്ട് BIS എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കുറച്ച് ഹാൻഡ് ബുക്സ് കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണ്? SP 16 1980 RCC, SP 24 1983 എക്സ്പ്ലനേറ്ററി ഹാൻഡ് ബുക്കാണ്, SP 34 1987 കോൺക്രീറ്റ് റീൻഫോഴ്സ്മെന്റ് ആൻഡ് ഡീറ്റെയിലിംഗ്, SP 23 1982 കോൺക്രീറ്റ് മിക്സസ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ കോഡ് ബുക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു കോഡ് ബുക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെവറൽ ഹാൻഡ് ബുക്സ് റിലീസ് ചെയ്തിട്ടുണ്ട് ഫോർ ഡിസൈൻ പർപ്പസ് അല്ലേ? സോ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ഒരു സ്ട്രക്ചർ തന്നെ പല എൻജിനീയേഴ്സ് പല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്താൽ ശരിയാവുമോ? ഇല്ല. അതെന്ത് വേണം? നമുക്ക് അവിടെ ഒരു യൂണിഫോമിറ്റി വേണം. എല്ലാവരും ഒരുപോലെ ഡിസൈൻ ചെയ്യണം അല്ലേ? ആ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ എന്തിനു സാധിക്കും? കോഡ് ബുക്കിന് സാധിക്കും. എല്ലാവരും കോഡ് റെഫർ ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആവില്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു പ്രൊവൈഡ് എ യൂണിഫോം സെറ്റ് ഓഫ് ഡിസൈൻ ഗൈഡ് ലൈൻസ്. എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി, ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോഡ് ബുക്കിന് സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് അഡിക്വേറ്റ് സ്ട്രക്ചറൽ സേഫ്റ്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ സ്ട്രെങ്ത്, സർവീസബിലിറ്റി, സ്റ്റെബിലിറ്റി. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ആ സ്ട്രക്ചറൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ കോഡ് റെഫർ ചെയ്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ടു സ്പെസിഫൈ സിമ്പിൾ ഡിസൈൻ പ്രൊസീജിയേഴ്സ്. ഒരുപാട് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയേഴ്സ് ഒന്നുമല്ല, കുറച്ച് ഈസി കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ എന്തിനു സാധിക്കും? കോഡ് ബുക്കിന് സാധിക്കും. The next point, to provide legal validity and to protect engineers from any liability. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എൻജിനീയേഴ്സ് അവരുടെ കോഡ് റെഫർ ചെയ്തിട്ട് കോഡിനനുസരിച്ചാണ് ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് പിന്നെ നിയമവശങ്ങൾ പേടിക്കേണ്ടതില്ലല്ലോ. സോ ടു പ്രൊവൈഡ് ലീഗൽ വാലിഡിറ്റി, അതുപോലെ തന്നെ എൻജിനീയേഴ്സിനെ എന്തെങ്കിലും ലയബിലിറ്റീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും കോഡിനെ കൊണ്ട് സാധിക്കും. സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോഡ്സ്. ഇനി നമുക്ക് 2-3 ടേംസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക് ലോഡ്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്? ഒരു സ്ട്രക്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വർക്കിംഗ് ലോഡിനെയാണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക് ലോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? It is the maximum working load that the structure has to withstand and which is to be designed. ഈ ക്യാരക്ടറിസ്റ്റിക് ലോഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇനി അക്കോർഡിംഗ് ടു കോഡ് ബുക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ബുക്ക് ഏതാണ്? IS 456-2000. അതിൽ പേജ് നമ്പർ 67 ക്യാരക്ടറിസ്റ്റിക് ലോഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോഡ് ബുക്ക് അനുസരിച്ച് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ലോഡിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് the value of the load above which not more than 5% test result are expected to fall. ഇത് കാണാതെ പഠിക്കേണ്ട, കോഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചാൽ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക് ഡിസൈൻ ലോഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് ഈക്വൽ ടു മെയിൻ ലോഡ് പ്ലസ് KS. കെയുടെ വാല്യൂ 1.64, S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോഡിൽ ഇതുപോലൊരു ഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം IS 456-2000 പേജ് നമ്പർ 67 ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചാൽ കോഡ് റെഫർ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ടേം ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന സേഫസ്റ്റ് സ്ട്രെങ്ത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന മെയിൻ 2 മെറ്റീരിയൽ ഏതാണ്? കോൺക്രീറ്റും സ്റ്റീലും.
അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന് നമുക്ക് സേഫ്ലി അസ്യൂം ചെയ്യാൻ കഴിയുന്ന സ്ട്രെങ്ത് ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. സിംപ്ലി അത്രയേ ഉള്ളൂ. ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു മീൻ സ്ട്രെങ്ത് മൈനസ് കെ എസ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എഫ് സി കെ. എഫ് സി കെ ഈസ് ഈക്വൽ ടു എഫ് എം മൈനസ് കെ എസ്. കെൻ്റെ വാല്യൂ 1.64, എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഇതും കോഡ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. IS 456-2000 പേജ് നമ്പർ 67 ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റിനാണെങ്കിൽ compressive strength of 150 mm cube of 28 days in Newton per mm square. ഒരു 150 mm ക്യൂബിനെ 28 days ആകുമ്പോഴുള്ള അതിൻ്റെ compressive strength below which not more than 5% test result are expected to fall. അതിനെയാണ് characteristic strength of concrete എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഫോർ സ്റ്റീലിന് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിനിമം ഗ്യാരണ്ടീഡ് ഈൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ 2% ഓഫ് പ്രൂഫ് സ്ട്രെങ്ത്തിനെയാണ് സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതെല്ലാം കോഡ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ചോദിക്കുമ്പോൾ കോഡ് റെഫർ ചെയ്ത് എഴുതുക. IS 456-2000 പേജ് നമ്പർ 67. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കണം എന്നാണ് പറഞ്ഞത്? സ്ട്രെങ്ത്, സർവീസബിലിറ്റി, സ്റ്റെബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഇതെല്ലാം നോക്കണം. അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റി. ആ സ്ട്രക്ചറിൻ്റെ സേഫ്റ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് കൺസിഡർ ചെയ്യുകയും അതിനോടൊപ്പം നമുക്ക് ചില അൺസർട്ടനിറ്റീസ് ഉണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ, ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു 20 പേർക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യണം. നമ്മൾ കറക്റ്റ് 20 പേർക്കുള്ള ഫുഡ് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ? അല്ല, നമ്മളൊരു 2 പേർക്കുള്ള ഫുഡ് എക്സ്ട്രാ കരുതും. ഇൻ കേസ് ആളുകളുടെ എണ്ണം കൂടിയാലോ, നമുക്കറിയാതെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാലോ, അങ്ങനെ ഒരു കരുതലുണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 പേർക്കുള്ള ഫുഡ് എക്സ്ട്രാ കരുതും അല്ലേ? സെയിം സംഭവമാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടൊരു സ്ട്രെങ്ത് ഉണ്ടാകും. ആ സ്ട്രെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക. എന്നാൽ മാത്രമേ ആ നമ്മൾ കരുതുന്നതിനേക്കാളും അപ്പുറത്തേക്കൊരു ലോഡ് വന്നാൽ ആ സ്ട്രക്ചറിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, മനസ്സിലായോ കാര്യം? നമുക്ക് ഡെഡ് ലോഡ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഒരു സ്ട്രക്ചറിൽ വരാൻ ചാൻസ് ഉള്ള ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, എത്രത്തോളം വിൻഡ് ലോഡ് വരാം, ഇവിടെയൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഈ അൺസർട്ടനിറ്റിയും സേഫ്റ്റിയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് എൻജിനീയേഴ്സ് ഒരു ടേം കൊണ്ടുവന്നത്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, for the importance of safety in structures and uncertainties involved, appropriate FOS എന്ന് പറഞ്ഞാൽ factor of safety അല്ലെങ്കിൽ partial safety factor in design is required. ഓക്കെ, നമ്മൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഡിസൈൻ ലോഡാണ്. ഓക്കെ, ആ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇൻ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി. മനസ്സിലായോ? നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഡിസൈൻ ലോഡാണ്. അപ്പോൾ അതിനെന്താ വേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ലോഡിൻ്റെ കൂടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ലോഡ് കിട്ടും. ആ ഡിസൈൻ ലോഡിലാണ് നമ്മൾ ആ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ മെറ്റീരിയൽസിൻ്റെ കാര്യം വരുമ്പോൾ, അതായത് നമ്മുടെ മെറ്റീരിയൽ ഏതൊക്കെയാണ്? കോൺക്രീറ്റും സ്റ്റീലും. മെറ്റീരിയൽസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് അവരുടെ സ്ട്രെങ്ത് ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസൈൻ സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, കോൺക്രീറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1.5 ആണ്. സ്റ്റീലിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1.15 ആണ്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് നമുക്കുണ്ട്. അതിനെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് നമ്മൾ കൊടുക്കുക. അത് IS 456-2000 കോഡ് ബുക്കിനകത്ത് ടേബിൾ നമ്പർ 18 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ലോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഡ് ബുക്ക് റെഫർ ചെയ്യണം. ഓക്കെ അല്ലേ?
ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. നമ്മൾ ഡിസൈൻ ലോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ലോഡിൻ്റെ കൂടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. സ്ട്രെങ്ത് ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ബെൻഡിങ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 types ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അതിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ബെൻഡിങ് അതിൻ്റെ അസംഷൻസ് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, പ്ലെയിൻ സെക്ഷൻസ് നോർമൽ ടു ആക്സസ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ബെൻഡിങ്ങിന് മുന്നേ പ്ലെയിൻ സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതെല്ലാം ബെൻഡിങ്ങിന് ശേഷവും പ്ലെയിൻ സെക്ഷൻ തന്നെ ആയിരിക്കും എന്നതാണ് ഫസ്റ്റ് അസംഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കോൺക്രീറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബറിൽ വരുന്ന മാക്സിമം സ്ട്രെയിനിൻ്റെ വാല്യൂ 0.0035 ആണ് ഇൻ ബെൻഡിങ്. ഈ വാല്യൂ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺക്രീറ്റിൽ ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബറിൽ വരുന്ന മാക്സിമം സ്ട്രെയിനിൻ്റെ വാല്യൂ 0.0035 എന്നതാണ് സെക്കൻഡ് അസംഷൻ. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത്, കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇറ്റ് കുഡ് ബി എനി ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആകാം, വിച്ച് റിസൾട്ട്സ് ഇൻ പ്രഡിക്ഷൻ ഓഫ് സ്ട്രെങ്ത്. ക്യാൻ ബി ട്രപ്പിസോയിഡൽ ഓർ എനി അതർ ഷേപ്പ് ഡിപ്പെൻഡിങ് ഓൺ ദി പ്രഡിക്ഷൻ ഓഫ് സ്ട്രെങ്ത്. ഓക്കെ, ഒരു കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ ഇറ്റ് കുഡ് ബി അസ്യൂം ടു ബി എനി ഷേപ്പ് വിച്ച് റിസൾട്ട്സ് ഇൻ പ്രഡിക്ഷൻ ഓഫ് സ്ട്രെങ്ത്. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത്, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇഗ്നോർഡ്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഇവിടെ ഇഗ്നോർഡ് ആണ്. കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, സ്റ്റീൽ മാത്രമാണ് ടെൻസൈൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, the next point, the stresses in the reinforcement are derived from representative stress strain curve for the type of steel used. നമ്മൾ ഏത് ടൈപ്പ് സ്റ്റീലാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ബേസിസിലാണ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്ട്രെസ്സസ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് അസംഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അസംഷൻ ആണ്, മാക്സിമം സ്ട്രെയിൻ ഇൻ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ സെക്ഷൻ അറ്റ് ഫെയിലിയർ ഷോൾ നോട്ട് ബി ലെസ് ദാൻ. അതായത് ഫെയിലിയറിൻ്റെ ടൈമിൽ ആ സെക്ഷനിൽ വരുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഷോൾ നോട്ട് ബി ലെസ് ദാൻ FY/1.15 ES + 0.002. FY എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ, ES എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇവിടെ പറഞ്ഞത് ഫെയിലിയറിൻ്റെ ടൈമിൽ സെക്ഷനിൽ വരുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മാക്സിമം സ്ട്രെയിൻ FY/1.15 ES + 0.002 എന്ന വാല്യൂവിലേക്കാളും കുറയാൻ പാടില്ല. ഇത്രയാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ബെൻഡിങ്ങിൽ എടുത്തിരിക്കുന്ന അസംഷൻസ്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മളിനി ഡിസൈൻ എല്ലാം ചെയ്യുന്നത്. നമുക്കിനി ന്യൂട്രൽ ആക്സിസ് ഡെപ്തിൻ്റെ ഡെറിവേഷൻ നോക്കാനുണ്ട്. ആ ഡെറിവേഷൻ പറയുന്നത് ഈ അസംഷൻസിൻ്റെ ബേസിസിലാണ്. ഇത് എക്സാമിന് ചോദിച്ചാൽ കോഡ് ബുക്ക് നോക്കി നിങ്ങൾക്ക് എഴുതാം. IS 456-2000 എന്ന കോഡ് ബുക്ക് പേജ് നമ്പർ 69 ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം പോയിന്റ്സ് അതേപോലെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിസിലാണ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഡിറൈവ് ചെയ്യുന്നത്. നമ്മൾ പതുക്കെ ഡിസൈനിലേക്ക് കടക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കോഡ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു, ചില ടേംസ്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, ക്യാരക്ടറിസ്റ്റിക് ലോഡ്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ബെൻഡിങ്ങിൻ്റെ അസംഷൻസ് നോക്കി. അതെന്തിനാണ് നോക്കിയത്? അത് ഡെറിവേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്തിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പോർഷനാണത്. ഓക്കെ, ആ അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.